Thank you.
പെണ്ണെ കൊണ്ടാട
എവിടെ കണ്ടം മുട്ടടി പൂത്തോലെ പാടം പൂത്തതായി ജോടി പൂവരവിൽ വാടി കണ്ണി വളർന്നേ താളൻ തട്ടി ചോടും നാട്ടികളിൽ കൂടാം കാട്ടുകളിപ്പേ കളിക്കണ കളിപ്പക്കര കായലോട് വട്ടം വളച്ചേ വെട്ടും കുത്തും കളിക്കണ കളിപ്പക്കര
അല്ലേ? എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതാണ് പ്രശ്നം. ഒരു കോടി മാമ്പൂക്കിനാക്കൾ ഒരു മഞ്ഞു കാറ്റിൽ കൊഴിഞ്ഞു. അതിലെന്റെ പേരുള്ള പൂവിൽ ഒരു മൗനമുണ്ടായിരുന്നു. ഇനിയും വരുമോ ഈ ആദിയിൽ പണിയിൽ കുളിരേ കുളിരോടെ ആടുന്നുണ്ട് മനസ്സിൽ മാവയിലാടുന്നുണ്ട്. മാറികൾ പേരും വിരിച്ചൻ മോഹങ്ങൾ ആടുന്നുണ്ട്. തെന്നൽ വന്നതും so very happy.
എന്റെ കണ്ണീർക്കണം ഉയരും നാടനേ ഉലകിൻ നാടിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ വരും Thank you.
ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം മൃദുചലനം ജലചലനം മൃദുചലനം ജലചലനം വചനം തിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം തിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീലമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി പലകടലിലതിശയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം മൃദുചലനം ജലചലനം വചനം തിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം തിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീലമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിലതിശയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ഓം പരിപാവനാത്മം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം. Excited about today. നിതിൻ ചേട്ടാ What do you feel most excited about today's Perunal? പ്രതീക്ഷണം. So yeah. ഒത്തിരി നാള് കഴിഞ്ഞ് ഇവിടെ UK വരുമ്പോൾ it was my first ever പ്രദക്ഷിണം I think to be part from a church, and also we had a very beautiful choir today. It was very well arranged. A big applause to them. Next, I think we will be, once our systems are set up, നമുക്ക് ഒരു കലാവിരുന്ന് തന്നെയുണ്ട് today, and after that we will be having our inaugural ceremony, after which we will be having a lot of events from our kids, from some of our very well talented artists here at our parish. So നമുക്ക് ഇതെല്ലാം വെയിറ്റ് ചെയ്യാം. So enjoy everyone, and Meenu, let's giving everyone a bit of time to settle down, and then after which we will be getting on with our event today. Thank you.
പുണ്യമഴക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിലല്ലേ കോരിയെടുക്കാൻ വാ. ഇനി നിങ്ങൾ പറയുന്ന പാട്ട് ഞാൻ കുറച്ച് വായിക്കട്ടെ ആർക്കാ പറയണ്ടേ? കൈവൊക്കെ ഞാൻ അടുത്ത് വരാം. വരാം. വേറെ പാട്ടുണ്ടോ?
Yes!
Gianna as Gianna.
Hannah as St. Alfonsa. Irene Truman as St. Bernadette. Chris Emmanuel Binu as St. Anthony. Aaron Sinu as St. Paul. Irene Stephen as St. Elizabeth of Hungary. Edin Alex as St. Joseph. Luke Shindo as St. Francis Assisi. Rayon Sinu as St. Peter. Sarah Savias Lourdes Mary. Rahel Jimonas and Little Flower. Celine Jebinas and Mother Teresa. Aiden Paes as St. Carlo Acutus. Mr. Joshi James, Mr. Savio Jose, and Mr. Pius John to the stage, please. Can we give them a round of applause, please? Welcoming them to the stage. To begin the evening, we invite our Feast Day convener, Mr. Joshi James, who has put in so much effort for putting together our Feast Day. Let's warmly welcome our Josh Chetan. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ചെസ്റ്റർ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ജപമാല രാജ്ഞി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആശംസകൾ ആദ്യമായി നേരുകയാണ്. എല്ലാവരും വളരെയധികം ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ് ഇരിക്കുന്നതെന്നറിയാം. നമ്മുടെ തിരുനാൾ ഇത്രയേറെ ഗംഭീരമായിട്ട് ഇവിടെ നടത്തുവാൻ സാധിച്ചു.
ഒരു വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് നമുക്ക് ഈ തിരുനാൾ ഇവിടെ നടത്തുവാൻ സാധിച്ചത്. അതിന് എല്ലാവരോടും എനിക്ക് അതിയായ നന്ദി പറയുവാനുണ്ട്. ഇതിലെല്ലാം വളരെയധികമായിട്ട് സംബന്ധിച്ചതിനൊക്കെ. അതിന് മുന്നായിട്ട് എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മുന്നിൽ അറിയിക്കുവാനുണ്ട്. നമ്മുടെ ഈ പള്ളിയിൽ ഇത്രയേറെ ജനങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതിനു മുൻപ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് അറിയിക്കുവാനായിട്ടാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. 2005, 2006 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ചർച്ചിലുണ്ടായിരുന്ന ഡിനോ സിമി എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ വീട്ടിൽ അവരുടെ ഒരു അച്ഛൻ എത്തുകയും ആ അച്ഛന് പള്ളിയിൽ കുർബാന ചെല്ലുവാൻ അവസരമില്ലാത്തത് കൊണ്ട് അവരുടെ ഭവനത്തിൽ കുർബാന അർപ്പിക്കുകയും ചെയ്തു. ആ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മുടെ ചെസ്റ്ററിലുള്ള 2-3 ഫാമിലികൾ സംബന്ധിച്ചു. അങ്ങനെയാണ് നമ്മുടെ ചെസ്റ്ററിൽ ഒരു സീറോ മലബാർ സഭയുടെ മലയാളത്തിലുള്ള കുർബാന ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സഭയുടെ ഒരു അച്ഛൻ മാഞ്ചസ്റ്ററിൽ വരികയും ആ അച്ഛനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ആ അച്ഛൻ മാസത്തിലൊരു ദിവസം നമ്മുടെ ചെസ്റ്ററിൽ കുർബാന അർപ്പിക്കാമെന്നുള്ള ഒരു സമ്മതം അറിയിച്ചു. അതനുസരിച്ച് നമ്മുടെ ഇവിടെയുള്ളവര് മാഞ്ചസ്റ്ററിൽ പോയി അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്ന് കുർബാന നടത്തി തിരിച്ചു കൊണ്ടുവിട്ടു. അങ്ങനെ മാസത്തിലൊരു കുർബാന നമുക്കിവിടെ ആരംഭിച്ചു. പിന്നീട് 2008 നമ്മുടെ ബ്രിട്ടൻ രൂപത ഇവിടെ അനുവദിച്ച് കിട്ടുകയും ആരംഭിക്കുകയും ചെയ്തപ്പോൾ ബ്രിക്കൻഹെഡിലും ലിവർപൂളിൽ നിന്നുമുള്ള അച്ഛന്മാരെ നമുക്ക് ലഭിച്ചപ്പോൾ മാസത്തിലൊരു കുർബാനയായിട്ട് തുടങ്ങി. പിന്നെ അത് 2 കുർബാനയായി, പിന്നീട് അത് 4 കുർബാനയായി. ഇപ്പോൾ നമ്മുടെ സിജു അച്ഛൻ വന്നതോടുകൂടി 5 കുർബാനയായിട്ട് നമ്മൾ മാറി. അതുപോലെ തന്നെ 150 ഫാമിലി നമുക്കിവിടെ ഉണ്ടായി. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരു പെരുന്നാൾ ആഘോഷിച്ചത്. ഇത്രയും ഞാൻ നിങ്ങളുടെ അടുത്തൊരു മുൻപിനെയായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സ്വാഗതം പറയുക എന്നുള്ള ഒരു കടമയാണ്. ഒരുപാട് സമയം ലേറ്റായി. ഇനി നമ്മുടെ കുട്ടികളും മുതിർന്നവരും ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കുവാനായിട്ട് ഇവിടെ കാത്തിരിപ്പുണ്ട്. നിങ്ങളും വളരെയധികം അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ വികാരി അച്ഛൻ റവറൻ ഫാദർ സിജോ മാണിപ്പറമ്പിലിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ ഊർജ്ജസ്വലമായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എല്ലാത്തിനും മുൻപിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു വൈദികനാണ്. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. രണ്ടാമതായിട്ട് സെന്റ് തെരേസ സെന്റ് കൊളംബസ് ചർച്ചിന്റെ വികാരിയായിട്ടുള്ള അച്ഛനാണ് ഫാദർ വില്യം. അദ്ദേഹമാണ് നമുക്ക് വളരെയധികമായിട്ടുള്ള പിന്തുണ തരുന്നത്. നമുക്ക് ഈ ദേവാലയം അനുവദിച്ച് കിട്ടുവാനും ഈ ദേവാലയത്തിൽ നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി കുർബാന അർപ്പിക്കുവാനും ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുവാനും ഒക്കെ അവസരമൊരുക്കി തരുന്ന ഫാദർ വില്യം അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ കൈക്കാരന്മാരായിട്ടുള്ള 2 പേരാണ്. ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള 2 പേരെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ഉണ്ടായിരുന്നവരെല്ലാവരുടെയും സഹകരണമാണ്, അവരുടെ എല്ലാം ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് പൈസിനെ, നമ്മുടെ കൈക്കാരൻ പൈസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായിട്ട് സാവിയോ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ വേദിയിൽ സന്നിഹിതരാകാത്ത 2 വ്യക്തികളുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ കുർബാന അർപ്പിക്കുവാനുണ്ടായിരുന്ന ഫാദർ ജെയിംസ് കോഴിമല അച്ഛൻ നമുക്കിവിടെ കുർബാന അർപ്പിക്കുവാനുണ്ടായിരുന്നു. വളരെയധികമായിട്ട് പുള്ളി ഇവിടെ സമയം ചെലവഴിച്ചു. പിന്നെ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹമായിരുന്നു ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് ചില ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കാരണം തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഒരുപാട് കുർബാനയിലാണെങ്കിലും നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പിന്നെ കുർബാന മധ്യേ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന സെന്റ് ഇഗ്നേഷ്യസ് നൂറോ ജാക്കോബൈറ്റ് സുറിയാനി ചർച്ചിന്റെ വൈദികൻ റവറൽ ഫാദർ സലു മാത്യു ആണ്. അദ്ദേഹം ഈ വേദിയിലില്ല. പക്ഷെ അദ്ദേഹത്തിന് വളരെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം മാഞ്ചസ്റ്ററിൽ നിന്ന് ഇവിടെ എത്തുകയും നമ്മുടെ കുർബാനയിൽ കുറച്ചു നേരം പങ്കെടുക്കുകയും മറ്റു പരിപാടികളൊക്കെ പങ്കെടുക്കുകയും ചെയ്ത് അദ്ദേഹം മടങ്ങിപ്പോയി. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനായിട്ട് ഇവിടെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കുട്ടികൾ, മാതാപിതാക്കൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇത്രയേറെ അക്ഷമയോടുകൂടി ഈ കാത്തിരുന്ന ഇവിടെയുള്ള എല്ലാ ചെസ്റ്റർ കുടുംബാംഗങ്ങളെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. Thank you, Josh Cheta. We are truly blessed to have with us our Mission Director, Father Siju Manappurambil, whose guidance and prayers have strengthened our community in each and every step. We welcome Father for the presidential address and for the inauguration ceremony. Dear our Father William and the Bishop സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സത്യം പറഞ്ഞ ഞാൻ അച്ഛനായിട്ട് 18 കൊല്ലമായി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പെരുന്നാൾ നടത്തുന്നത്. ഇതിൻ്റെ ആദ്യ വികാരി എന്ന നിലയിൽ ആദ്യത്തെ പെരുന്നാൾ നടത്തുന്നതാണ്. അതും ഈ ചെസ്റ്ററിൽ വന്ന് ഈ നിങ്ങളോടൊപ്പം ഈ പെരുന്നാൾ നടത്തുവാനും ഈ തിരുനാൾ പങ്കെടുക്കുവാനും തമ്പുരാൻ അനുവദിച്ചതിനോട് ഞാൻ നന്ദി പറയുന്നു. ഓരോ തിരുനാൾ വരുമ്പോഴും വിശുദ്ധന്മാരുടെ ജീവചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോയുടെ കൂടെ ആയിരിക്കുവാനും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും മരണം വരെയും ഈശോയോടുള്ള സ്നേഹവും വിശ്വാസവും കാത്തു സൂക്ഷിക്കുവാനുമാണ് ഓരോ വിശുദ്ധനും നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലായാലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തിലായാലും മറ്റു വിശുദ്ധരുടെ ജീവിതത്തിലായാലും ഈശോയോടുള്ള സ്നേഹം, ഈശോയോടുള്ള വിശ്വാസം അത് അവര് മുറുകെ പിടിച്ചിരുന്നു. ഓരോ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നാമും ഓർക്കേണ്ട ഈ രണ്ട് കാര്യങ്ങളാണ്: ഈശോയെ പ്രതി നമുക്കുള്ള സ്നേഹം, ഈശോയോടുള്ള നമുക്കുള്ള വിശ്വാസം. ഈശോയ്ക്കുള്ള നമ്മുടെ വിശ്വാസം ഈ തിരുനാൾ വഴി നമ്മൾ പ്രകടമാക്കി. ഈശോയോടുള്ള സ്നേഹം നമ്മുടെ പ്രസൻസ് കൊണ്ട് നമ്മൾ അറിയിച്ചു. ഇന്നേ ദിവസം ഞാൻ ഈ കമ്മ്യൂണിറ്റി ഓർത്ത് അഭിമാനിക്കുന്നു. ഈശോയോട് നന്ദി പറയുന്നു. ഈ കമ്മ്യൂണിറ്റി ഓർത്ത് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. തമ്പുരാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ നിർത്തുന്നു. നമ്മുടെ മക്കളിനി കുട്ടികള് പ്രോഗ്രാംസ് കാണിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ കൈയടിച്ച് ഓരോ പ്രോഗ്രാമുകളിലും അവരെ പ്രോത്സാഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മേ ഗോഡ് ബ്ലെസ് us all. Thank you. Can we all kindly stand for the inauguration, please? Thank you, everyone. We can be seated. Now, I think it's a pleasure to be here with you and to celebrate, join you for the Mass
and also for the rosary procession. I think in a way it is a big celebration, and most especially that we can share the Eucharist together to nourish us. And not only that, that our Blessed Lady, who is a mother to us all, will continue to intercede for the community here, so that you grow from strength to strength, and also that you'll be bonded together, bonded and knitted together to further the faith, the Catholic faith within the community. And I think that this day is a day of opening the eyes of the rest of St. Columbus Church to know that we are all Catholics. We are all Catholics. And the only thing may be that joining the Mass, everything went on very well. But then, when you look at it, the way the responses and everything was so vibrant and full of life. I like a celebration that is full of life, not just sit and be quiet. And I love the way that the children, everybody together. So it is my prayer that we are coming to the close of this year, but into the new year we have more time of celebration, and thank you for inviting the whole time. Thank you very much. Yeah, thank you. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു 5 മിനിറ്റ് ടൈമേ തന്നിട്ടുള്ളൂ നമ്മുടെ കമ്മിറ്റിക്കാര്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛൻ എല്ലാവർക്കും അതിനു മുമ്പായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജപമാലരാജ്ഞി കന്യാമറിയത്തിന്റെ തിരുനാൾ ആശംസകൾ നേരുകയാണ്. 2005 ഒരു ഫാമിലിയിൽ നിന്ന് തുടങ്ങി, ഒരു കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങി, ഇന്ന് എപ്പോഴും സിജോ അച്ഛനും ജെയിംസ് അച്ഛനും പറയുന്ന ഒരു കാര്യമുണ്ട്, റൂട്ട് ശക്തമായിരുന്നു. ആ റൂട്ട് ശക്തമായതുകൊണ്ട് ഇന്ന് നമുക്കൊരു 65 മുകളിലുള്ള ഫാമിലി, നമുക്കൊരു 250ഓളം മെമ്പേഴ്സ് ഉള്ള ഒരു ചെസ്റ്റർ സീറോ മലബാർ കാത്തലിക് കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നു. നമുക്ക് വരും തലമുറയെ നയിക്കാൻ നമുക്ക് ഒത്തിരി കുഞ്ഞു പിള്ളേരുണ്ട്. ഒരു 52ഓളം പിള്ളേർ ഇവിടെ വേദോളം പഠിക്കുന്നുണ്ട്. അവര് നമ്മൾ കത്തിച്ചു കൊടുത്ത ആ ദീപം അവരണയാതെ കൊണ്ടുപോകാൻ നമ്മുടെ പേരൻസ് എല്ലാവരും ശ്രമിക്കണം. അപ്പൊ പിന്നെ പെരുന്നാൾ ഒരു ആഘോഷം തന്നെയാണ്. നമ്മളുടെ ഇടവപ്പള്ളിയാണെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയാണെങ്കിലും എല്ലാവരും പോയി പെരുന്നാൾ ആഘോഷിക്കും. പെരുന്നാളിന്റെ ഒരു സ്പിരിറ്റ് അത് മറയാതെ നമ്മൾ മറുനാട്ടിലും ആഘോഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയാണ്. അപ്പൊ കുറച്ച് പേരുകൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ പെരുന്നാളിന്റെ ആഘോഷം പെരുന്നാൾ നടത്തണമെന്ന് 2.5 മാസം മുമ്പ് പൊതുയോഗം കൂടി തീരുമാനിക്കുകയും ആ പൊതുയോഗത്തിൽ തിരുനാൾ കമ്മിറ്റി അംഗങ്ങളായും തിരുനാൾ കമ്മിറ്റി കൺവീനറായും തെരഞ്ഞെടുത്ത് അന്ന് തൊട്ട് പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ പയ്യെ സ്പോൺസർ ആയിട്ടും ഒക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനെ ശക്തമായി നമുക്ക് അടിത്തറ തന്നത് റെവറൻഡ് ഫാദർ ജെയിംസ് കോഴിമല അച്ഛനാണ്. അപ്പൊ അച്ഛന് ഇന്ന് വന്ന് നമുക്ക് നല്ലൊരു പ്രഭാഷണം, അതായത് നമുക്കൊരു വചന പ്രഘോഷണം അച്ഛൻ നടത്തി. അച്ഛന്റെ തീഷ്ണത നിറഞ്ഞ പ്രാർത്ഥനയാണ് ഒരു പടിയും കൂടി നമ്മുടെ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോയത്. അപ്പൊ അച്ഛൻ ഈ വേദിയിൽ ഇല്ല എങ്കിലും അച്ഛന്റെ പ്രാർത്ഥനയ്ക്കും അച്ഛൻ തന്ന സ്നേഹത്തിനും അച്ഛനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. അതിനുശേഷം പിന്നെ ഏകദേശം 1.5 മാസമായതേ ഉള്ളൂ സിജോ അച്ഛൻ ഇവിടെ എത്തിയിട്ട്. സിജോ അച്ഛൻ വരുന്നത് ഒരു മിഷനിൽ നിന്നാണ്. സിജോ അച്ഛൻ അവിടെ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിട്ടിരുന്നാണ്. സിജോ അച്ഛൻ ഇങ്ങനെ ഒരു പെരുന്നാളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ പെരുന്നാളും കാര്യങ്ങളൊന്നും ഇങ്ങനെ മുന്നിൽ നിന്ന് നടത്തിയിട്ടില്ല. പക്ഷെ അതിന്റെ ഒന്നും പരിചയക്കുറവ് സിജോച്ചൻ കാണിച്ചിട്ടില്ല. രാത്രി 11 മണിക്കാണെങ്കിലും 10 മണിക്കാണെങ്കിലും വെളുപ്പിന് 4 മണിക്കാണെങ്കിലും നമ്മൾ അയക്കുന്ന റിപ്ലൈ, നമ്മൾ കൊടുക്കുന്ന മെസ്സേജിന് റിപ്ലൈ തരാറുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് പുറകെ മക്കളെ എന്നോട് സാവിയോട് പറയാറുണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ചെക്ക് ലിസ്റ്റ് വെച്ച് വേണം നമ്മുടെ പെരുന്നാൾ നടത്താൻ. അപ്പൊ സിജോച്ചന്റെ കരുതല്, സിജോച്ചന്റെ പ്രാർത്ഥന, സിജോച്ചൻ ഇപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ പറഞ്ഞു, സിജോച്ച മഴയാണെങ്കിൽ നമ്മളുടെ പ്രതിഷ്ഠം വെളിയിൽ കൂടെ നടക്കത്തില്ലല്ലോ. സിജോ പറഞ്ഞു, മോനെ നിങ്ങളും പ്രാർത്ഥിച്ചോ, ഞാനും കുർബാന മധ്യേ പ്രാർത്ഥിച്ചോളാം. നമ്മള് നല്ല രീതിയിൽ അലങ്കരിച്ച രൂപങ്ങളുമായിട്ട് നമ്മൾ വെളിയിൽ കൂടി നമ്മൾ പ്രദക്ഷിണം നടത്തി. മനോഹരമായ പ്രദക്ഷിണം അല്ലായിരുന്നോ? അപ്പം സിജോ അച്ഛന്റെ പ്രാർത്ഥനയ്ക്കും സിജോ അച്ഛനും പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഫാദർ വില്യം
I know the Father William's special consideration and support, always having blessing for us. Because when we went for Father William to invite for our church feast, we got a warm welcome. Father William made coffee and tea. Tea, yeah, for us, and we enjoyed the tea, and we are talking and each other, and we invite Father William. And I know the Father William is having the busy day today because the Father Peter is the another priest in St. Teresa's and the Columbus Church is not available today. He went somewhere else for the services. And the last Sunday, I asked Father William, are you available on the next week? The Father William told me, you know, I am busy on that day. Anyway, I will try to come. Thank you, Father William. Your prayer and your presence is always our blessing. Thank you so much. ഇനി ഞാൻ നന്ദി പറയാൻ പോകുന്നത് നമ്മളുടെ തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോഷി ചേട്ടനാണ്. ജോഷി ചേട്ടന്റെ നേതൃത്വത്തിൽ നമ്മളുടെ 3 കൂട്ടായ്മയിൽ നിന്ന് അൽഫോൺസ യൂണിറ്റിൽ നിന്നുള്ള ട്രൂമാൻ ജോസഫ് ആൻഡ് നമ്മുടെ ഷിൻഡോ ഫ്രം ചാവറ യൂണിറ്റ്, സെന്റ് സേവേഴ്സ് യൂണിറ്റിൽ നിന്നുള്ള ജിനീഷ് കുളത്തിര, ഇവരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തു. എല്ലാ കാര്യത്തിലും ഓരോ കമ്മിറ്റികൾ, ചെറുതും വലുതുമായുള്ള ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടാക്കി. ആ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾക്കും കൺവീനർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ എന്ത് കറിക്കും നമ്മൾ ഉപ്പ് വേണം. ആ ഉപ്പായിരുന്നു ഞങ്ങൾക്ക് ജോബിൻ ചേട്ടൻ. കാരണം എല്ലാ സമയത്തും ജോബിൻ ചേട്ടൻ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ജോബിൻ ചേട്ടന്റെ പ്രത്യേക കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു അപരിചിത്വം ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റി. ജോബിൻ വർഗിക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനി ഞാൻ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ അനീഷ് ആംബ്രോസ് ചേട്ടനാണ്. കാരണം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ആ രൂപക്കൂട് ഒരു 2 ആഴ്ചത്തെ പ്രയത്നമാണ്. അതിന് രൂപക്കൂടെല്ലാം ശരിയാക്കി അതെല്ലാം നമുക്ക് വളരെ മനോഹരമാക്കി തന്ന അനീഷ് ചേട്ടനെ സഹായിച്ച അലക്സിനും, അതുപോലെ തന്നെ ആ സമയത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വരാമെന്ന് ഏറ്റിരുന്ന നമ്മളുടെ യാക്കോബായ സുറിയാനി ചർച്ചിലെ പ്രീസ്റ്റ് ഫാദർ സാനു നമ്മുടെ പ്രദർശനത്തെ സമയത്ത് ജസ്റ്റ് വന്നു, പെട്ടെന്ന് പോവുകയും ചെയ്തു. അപ്പം അച്ഛനോട് പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ഫാദർ ലിലു അച്ഛനുണ്ട്. ലിലു അച്ഛൻ പറഞ്ഞേക്കുന്ന അവരുടെ ഒരു യൂത്തിന്റെ സംഗമം വെയിൽസിൽ നടക്കുകയാണ്. അത് ഏകദേശം തീരാന് വൈകിട്ട് 5 മണിയാകുമ്പോൾ തീരും. ഞാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കയറി പൊക്കോളാമെന്നാണ് പറഞ്ഞത്. അപ്പൊ അച്ഛനോടും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ യാക്കോബായ സുറിയാനി ചർച്ചിൽ നിന്നും നമ്മുടെ സഹോദരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ കരുതലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഒത്തിരി നന്ദി നിങ്ങളോട് രേഖപ്പെടുത്താണ്. അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് കുറച്ച് കുരിശും മുത്തുക്കൂടെയൊക്കെ അവർ തന്നിട്ടുണ്ട്. അതിനും നന്ദി പറയുകയാണ്. ഇനി നന്ദി പറയാനുള്ളത് ഞാൻ പെട്ടെന്ന് ഓടിച്ചു തീർക്കുവാണ്. ലിതർലൻഡിലെ കൈക്കാരൻ ജിനു ചേട്ടനാണ്. നമുക്ക് വേണ്ട പൊന്നും കുരിശ് സെബസ്ത്യാനോസ് പുണ്യാളച്ചന്റെ രൂപം നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ ഒരു കേടും കൂടാതെ തിരിച്ചു കൊണ്ട് തരണം, അത് മാത്രമേ ഉള്ളൂ വ്യവസ്ഥ എന്ന് പറഞ്ഞ് നമുക്ക് തന്ന നെതർലൻഡിലെ ചേട്ടന്മാരോടും നന്ദി പറയുകയാണ്. ഇനി ഇവിടെ നമ്മളുടെ ഓൾട്ടർ നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത വുമൻസ് ഫോറം, അവര് മെഷർമെന്റ് എടുക്കുന്നു. ഓൾട്ടർ പേമയുടെ മധുവയുടെ ഒക്കെ മെഷർമെന്റ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവര് പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വളരെ മനോഹരമായി സെറ്റ് ചെയ്ത് തന്ന വിമൻസ് ഫോറത്തിനും നമ്മുടെ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മെൻസ് ഫോറത്തിനും അതോടൊപ്പം തന്നെ എല്ലാവരും